ഹായ് ഹലോ യുകെൻ്റെ വലിയൊരു പോസിറ്റീവ് സൈഡ് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ഫുള്ള് ഫ്രീ ആണ്. അതായത് നാട്ടിൽ നമ്മൾ ജപ്തി വീടും സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ജപ്തി നേരിടുക, അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റ് പിരിവിന് ഇറങ്ങുക, ഏതെങ്കിലും ചാരിറ്റീനെയൊക്കെ നമ്മൾ സമീപിക്കുക, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതായിട്ട് അങ്ങനെയൊക്കെ സിറ്റുവേഷൻസിലേക്ക് പോകേണ്ട രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അത് ഓപ്പൺ ഹാർട്ട് സർജറി, ഹാർട്ടിന് ബ്ലോക്ക്, ബ്രെയിന് സർജറി, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ഡയാലിസിസ്, അല്ലെങ്കിൽ ഹിപ്പിന് റീപ്ലേസ്മെൻറ്റ്, നീ റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ ക്യാൻസർ, എത്ര വലിയ അസുഖം ആയിക്കോട്ടെ, എത്ര വലിയ സർജറി ആയിക്കോട്ടെ, അത് ഫുള്ളും ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 1 രൂപേൻ്റെ മരുന്ന് പോലും നിങ്ങൾ പുറത്തു പോയി മേടിക്കൂ, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നിങ്ങൾ പുറത്തു പോയി ചെയ്യൂ എന്നുള്ളത് ആരും ഇവിടെ പറയില്ല കേട്ടോ. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതൊരു വലിയ ആശ്വാസമല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക്, അത് എല്ലാവർക്കും ഉണ്ട്. ഇനി ഡെലിവറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്തേക്ക് കയറി കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം അനുഭവിച്ചതാണ്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവർ നമുക്ക് തരുന്ന ട്രീറ്റ്മെൻറ്റ് ഓക്കെയാണ്. ഇനി ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഫ്രീ ആണെങ്കിലും അവർ നമ്മളടുത്ത് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന സാധനങ്ങളായിട്ട് വേണം നിങ്ങൾ വരാൻ, നിങ്ങളുടെ കുഞ്ഞിന് ഇന്ന സാധനങ്ങൾ വീട്ടിൽ നിങ്ങൾ സെറ്റാക്കിയിരിക്കണം എന്ന്. അത്രയും സാധനങ്ങൾ മേടിക്കുമ്പോഴേക്കും നമ്മളെ കയ്യിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് ചിലവാകട്ടെ, ഒരു 10-50,000 രൂപേൻ്റെ അടുത്തെങ്കിലും ചിലവാകും. അവർ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്തുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പേര് മോസസ് ബാസ്ക്കറ്റ് എന്നാണ് കേട്ടോ. കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തി, ഇത് തൊട്ടിൽ പോലെ, നാട്ടിൽ തൊട്ടിൽ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോഫ്റ്റ് ആയിട്ടുള്ള ബെഡുണ്ട്, പിന്നെ ഇങ്ങനെ ആടുകയും ചെയ്യാം. ഇതാണ് ഒരെണ്ണം. ഇതിന് നമ്മൾ ഫ്രഷ് ക്വാളിറ്റി മേടിക്കുകയാണെങ്കിൽ നല്ല പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ, ചാരിറ്റിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസയൊന്നുമില്ല. അടുത്തത് ഇത് ചേഞ്ചിങ് ടേബിളാണ് കേട്ടോ. ഇത് ചേഞ്ചിങ് ടേബിളിന് മുകളിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാം. അല്ലാതെ ഈവൻ ബാത്തിന് പോലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞിനെ ബാത്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ഡയപ്പർ, അല്ലാതെ വൈപ്സ്, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളംസൊക്കെ ഉള്ളത്. കുഞ്ഞിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം ഇതിനകത്ത്. ഇത് അടുത്തത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതും ചാരിറ്റി ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ അത്ര പൈസയില്ല, പക്ഷെ നല്ല സാധനം, യൂസ്ഡ് ആയിട്ടുള്ള സാധനം മേടിക്കുമ്പോൾ നല്ല സാധനം മേടിക്കണമല്ലോ. അങ്ങനെ പിന്നെ വേണ്ടൊരു സാധനമാണ് കേട്ടോ കാർ സീറ്റ്. നിങ്ങൾക്ക് കാറുണ്ടോ കാറില്ല, അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ കുട്ടീനെ തന്നു വിടണമെങ്കിൽ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് കുട്ടീനെ തന്നു വിടണമെങ്കിൽ കാർ സീറ്റ് നിർബന്ധമാണ്. അവർ കാർ സീറ്റിൽ കുട്ടീനെ വെച്ച് ബട്ടൺസൊക്കെ ഇട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടീനെ തരുവുള്ളൂ. പിന്നെ സ്ട്രോളർ, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ സ്ട്രോളറിൽ വേണം കുട്ടീനെ കിടത്തിയിട്ട് കയ്യിലെടുത്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. കയ്യിലെടുത്ത് കൊണ്ടുപോവാണ് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ വീടിൻ്റെ അടുത്തുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും. അവർ വന്ന് ചെക്ക് ചെയ്യും, നിങ്ങൾക്ക് എന്താണ് പൈസേൻ്റെ പ്രോബ്ലം ആണോ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഫിറ്റ് അല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഡൗട്ടായി, എന്ത് കുട്ടീനെ നോക്കാൻ ഈ പാരൻസ് ഫിനാൻഷ്യലി ഓക്കെ അല്ല എന്നുള്ള പേര് വന്നു. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് സ്ട്രോളർ നിർബന്ധമായിട്ടും വേണം. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോളറിലേ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ.